ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ചിജ്ജട ചിന്തനം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പേജ് 302. ശ്രീ നാരായണ ഗുരുദേവ കൃതികൾ സമ്പൂർണ്ണ വ്യാഖ്യാനം. 3-ാം പദ്യം. നിലമോട് നെരുപ്പ് നിരന്നൊഴുകും ജലമാശുഗനമ്പരമഞ്ചിലുമേ അലയാതെ അടിക്കടി നൽകുക നിൻ നിലയിന്നിതു തന്നെ നമുക്കുമതി. നിലമോട് ഭൂമി തൊട്ട്, നെരുപ്പ് അഗ്നി, നിരന്നൊഴുകും ജലം ദ്രവരൂപമായി ഒഴുകുന്ന വെള്ളം, ആശുകൻ വായു, അമ്പരം ആകാശം, അഞ്ചിലുമേ ഈ 5 ഭൂതങ്ങളുടെയും സമ്മിശ്രമായ ജഡദൃശ്യങ്ങളിലൊന്നിലും അലയാതെ മനസ്സു ചെന്നു പറ്റി മോഹിക്കാതെ അടിക്കടി ശരീരയാത്രയിലെ ഓരോ ചുവടുവയ്പിലും നിന്നില ചിന്മാത്രമായ സത്യത്തിൻ്റെ ഇരിപ്പ് നൽകുക, കണ്ടനുഭവിക്കുവാൻ അനുഗ്രഹിക്കുക. നമുക്ക് ഇതുതന്നെ മതി. നമ്മുടെ ജീവിതം ഇതുകൊണ്ട് മാത്രം ധന്യമാകുന്നതാണ്. ഭൂമി, അഗ്നി, നിരന്നൊഴുകുന്ന വെള്ളം, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ കൂടിക്കലർപ്പായ ജഡദൃശ്യങ്ങളിലൊന്നും മനസ്സ് ചെന്നു പറ്റി മോഹിക്കാനിടവരാതെ ശരീരയാത്രയിലെ ഓരോ ചുവടുവയ്പിലും ചിന്മാത്രമായ സത്യത്തിൻ്റെ ഇരിപ്പ് കണ്ടനുഭവിക്കാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ ജീവിതം ഇതുകൊണ്ട് മാത്രം ധന്യമാകുന്നതാണ്. പഞ്ചഭൂത സംഘാതമാണ് ഓരോ ജഡദൃശ്യവും. പ്രപഞ്ചം എത്ര വേണമോ വലുതും അതിലെ ജഡദൃശ്യങ്ങൾ എണ്ണമറ്റതും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഏതു ജഡദൃശ്യത്തെയും വിശകലനം ചെയ്തു നോക്കിയാൽ പൃഥിവ്യപ്തേജോ വായുക്കളെന്ന പഞ്ചഭൂതങ്ങളായി വേർപെടുന്നത് കാണാം. അപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്നത് 5 ജഡഭൂതങ്ങളാണെന്ന് തെളിയുന്നു. അനന്തനാമരൂപങ്ങളായി ഭിന്നിച്ച് കാണപ്പെടുന്ന പ്രപഞ്ചം വാസ്തവത്തിൽ ഇന്നു കാണപ്പെടുന്ന മട്ടിലുള്ളതല്ല. ഉള്ളതോ 5 ജഡഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളുടെ രഹസ്യമോ ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങൾ വഴി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന സൂക്ഷ്മതന്മാത്രകളെ ബോധം ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അവ ഉള്ളതായി തീരുന്നത്. ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങൾ വഴി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന സൂക്ഷ്മ തന്മാത്രകളെ ബോധം ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അവ ഉള്ളതായി തീരുന്നത്. ബോധം ഈ സൂക്ഷ്മ തന്മാത്രകളെ ഗ്രഹിക്കാൻ കൂട്ടാക്കാതെ കൈവെടിയുകയാണെങ്കിൽ അവയും ഇല്ലാതാകും. അറിയാൻ ആളില്ലെന്ന് വന്നാൽ ജഡത്തിന് പിന്നെ എവിടെയാണ് നിലനിൽപ്പ്? സൂക്ഷ്മതന്മാത്രകളും അകലുന്നതോടെ ബോധമാകട്ടെ ആനന്ദ അനുഭവ രൂപത്തിൽ ശുദ്ധമായി ബാക്കി നിൽക്കുകയും ചെയ്യും. ഗുരുദേവനെ പോലെയുള്ളവർ ഈ സ്ഥിതി സാക്ഷാത്കരിച്ച് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ബോധത്തിൻ്റെ ശുദ്ധമായ സുഖസ്ഥിതിയെ മറച്ചുകളയാൻ മാത്രമേ ജഡദൃശ്യങ്ങൾ പ്രയോജനപ്പെടുന്നുള്ളൂ എന്നും തെളിയുന്നു. എന്നാൽ പിന്നെ ഈ ജഡദൃശ്യങ്ങളുടെ അനുഭവം എന്തുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യമുണ്ടാകാം. ബോധം കൈവെടിഞ്ഞാൽ തീരെ ഇല്ലാതായി തീരുന്നവയും ബോധത്തിൻ്റെ ആനന്ദമായ ശുദ്ധരൂപം മറയ്ക്കാൻ മാത്രം ഉതകുന്നവയുമായ ജഡരൂപങ്ങൾ ബോധത്തിൻ്റെ സ്വാനുഭവത്തിലുണ്ടായ എന്തോ പാകപ്പിഴ മൂലമാണ് സംഭവിച്ചതെന്ന് തീർച്ചയാണല്ലോ. ഈ പാകപ്പിഴയെയാണ് സത്യദർശികൾ സ്വരൂപ വിസ്മൃതിയെന്നും അവിദ്യയെന്നും മറ്റും പറയുന്നത്. ഈ വിശദീകരണം കൊണ്ട്
തന്മാത്രകളും അവയുടെ വികസിത രൂപങ്ങളായ ജഡ അനുഭവങ്ങളും ബോധത്തിലെ രൂപാനുഭവത്തിൽ ഉണ്ടായ പാകപ്പിഴ മൂലം സംഭവിക്കുന്ന ഭ്രമങ്ങളാണെന്നും സത്യം ബോധം മാത്രമാണെന്നും വന്നുചേരുന്നു. അദ്വൈത ദീപികയിൽ ഗുരുദേവൻ ഇക്കാര്യം ഇങ്ങനെ മനോഹരമായി പ്രതിപാദിക്കുന്നു. ഓരോന്നതായവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാലുലകമില്ല വിചിത്രമത്രേ. വേറാകുമീ അവയവങ്ങളും ഏവം അങ്ങോട്ടോരായിക്കിലഖിലവും നിജബോധമാത്രം. അദ്വൈത ദീപിക 13-ാം പദ്യമാണിത്. പ്രപഞ്ചത്തെ അവയവങ്ങളായി പിരിച്ചു നോക്കിയാൽ അതില്ലാതാവും. അവയവങ്ങളായി പിരിയുന്ന ശബ്ദാദി തന്മാത്രകൾ ബോധം കൈവെടിഞ്ഞാൽ അവയും ഇല്ലാതാകും. ചുരുക്കത്തിൽ എല്ലാം ബോധം മാത്രമായി അവശേഷിക്കും. ഇങ്ങനെ ജഡദൃശ്യങ്ങൾ തികച്ചും ഭ്രമ അനുഭവങ്ങളാണെങ്കിൽ അവയെ സത്യമെന്ന് ധരിച്ച് ജീവിതത്തെ അവയുടെ പിന്നാലെ അഴിച്ചുവിടുന്നത് പതനത്തിനും ദുഃഖത്തിനും കാരണമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ജഡദൃശ്യങ്ങളിലൊന്നും മനസ്സു ചെന്നു പറ്റി മോഹിക്കാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടിരുന്നത്. ജീവൻ മുക്തി കൊതിക്കുന്നയാൾ സർവം ബ്രഹ്മമയമായി കാണണം. വസ്തുത ഇതാണെങ്കിൽ സമാധിയിൽ ജഡദൃശ്യങ്ങളെ പാടെ അകറ്റി ചിന്മാത്ര സത്യം ഗ്രഹിക്കുന്ന ജ്ഞാനി വ്യവഹാരദശയിൽ എങ്ങനെയാണ് പ്രപഞ്ചത്തെ വീക്ഷിക്കേണ്ടത്? ജ്ഞാനിയും വ്യവഹാരദശയിൽ ഇന്ദ്രിയങ്ങൾ വഴി ശബ്ദസ്പർശാദി തന്മാത്രകളെ ഗ്രഹിച്ച് ജഡദൃശ്യങ്ങളെ അറിയേണ്ടി വരുമല്ലോ. ഇതിന് സമാധാനമുണ്ട്. ഒരിക്കൽ കൂടി വായിക്കാം. വസ്തുത ഇതാണെങ്കിൽ സമാധിയിൽ ജഡദൃശ്യങ്ങളെ പാടെ അകറ്റി ചിന്മാത്ര സത്യം ഗ്രഹിക്കുന്ന ജ്ഞാനി വ്യവഹാരദശയിൽ എങ്ങനെയാണ് പ്രപഞ്ചത്തെ വീക്ഷിക്കേണ്ടത്? ജ്ഞാനിയും വ്യവഹാരദശയിൽ ഇന്ദ്രിയങ്ങൾ വഴി ശബ്ദസ്പർശാദി തന്മാത്രകളെ ഗ്രഹിച്ച് ജഡദൃശ്യങ്ങളെ അറിയേണ്ടി വരുമല്ലോ. ഇതിന് സമാധാനമുണ്ട്. ഭ്രമാനുഭവത്തിൽ അധിഷ്ഠാനം വ്യക്തമായി അറിഞ്ഞിട്ടുള്ളയാൾക്ക് ഭ്രമവും അധിഷ്ഠാനസ്വരൂപം തന്നെയാണ് എന്നനുഭവിക്കാൻ പ്രയാസമില്ലല്ലോ. കയറിനെക്കുറിച്ച് നല്ല ബോധമുള്ളയാൾ മങ്ങിയ വെളിച്ചത്തിൽ അതിൽ സർപ്പത്തെ കണ്ടാലും ആ സർപ്പം കയറ് തന്നെയാണെന്ന് നിസ്സംശയം ധരിക്കുന്നതാണ്. മരുഭൂമിയുടെ സ്വരൂപം അടുത്തു ചെന്ന് ഗ്രഹിച്ചിട്ടുള്ളയാൾ നട്ടുച്ചയ്ക്ക് മാറി നിന്ന് അവിടെ കാനൽ ജലം കണ്ടാലും ആ കാനൽ ജലം മരുഭൂമി തന്നെയാണെന്ന് തീർച്ചയായും ഗ്രഹിക്കും. അതുപോലെ സമാധിയിൽ ചിന്മാത്ര വസ്തുസ്ഥിതി നല്ലപോലെ അനുഭവിക്കുന്ന ജ്ഞാനി വ്യവഹാരവേളയിലെ ഭ്രമാനുഭവങ്ങളായ ജഡദർശനങ്ങളെയും വസ്തുസ്വരൂപമായി തന്നെ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഭ്രമദർശനത്തിൻ്റെ ചിരപരിചിതത്വം കൊണ്ട് വല്ലപ്പോഴും വസ്തുസ്വരൂപം മറന്നുപോയാലും അത് വീണ്ടും സ്മരിച്ച് ഉറപ്പിക്കുന്നു. സ്വരൂപവിസ്മരണ രൂപത്തിലുള്ള അവിദ്യയുളവാകുന്ന കർമ്മവാസനകൾക്കും അവയുടെ അങ്കുര രൂപത്തിലുള്ള മനസ്സിനും എത്രമാത്രം കട്ടിയുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ബ്രഹ്മാനുഭവത്തിൻ്റെ ദാർഢ്യം സ്ഥിതി ചെയ്യുന്നത്. സ്വരൂപവിസ്മരണ രൂപത്തിലുള്ള അവിദ്യ ഉളവാക്കുന്ന കർമ്മവാസനകൾക്കും അവയുടെ അങ്കുര രൂപത്തിലുള്ള മനസ്സിനും എത്രമാത്രം കട്ടിയുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ബ്രഹ്മാനുഭവത്തിൻ്റെ ദാർഢ്യം സ്ഥിതി ചെയ്യുന്നത്. യോഗപാടവം കൊണ്ട് നേടുന്ന സമാധിയിൽ വസ്തുസ്ഥിതി അനുഭവിക്കാൻ കഴിഞ്ഞാൽ പോലും വ്യവഹാരദശയിൽ മനസ്സിൻ്റെയും വാസനയുടെയും പ്രാബല്യം പാടെ കുറഞ്ഞു കിട്ടണമെന്നില്ല. പായൽ മൂടിയ ശുദ്ധജലം പോലെയാണ് മനോവാസനകൾ കൊണ്ട് മൂടിയ ചിദ്വസ്തു. ബലമായി കൈക്കൊണ്ടു പായൽ ഇരുവശത്തേക്കും അകറ്റിയാൽ തൽക്കാലം ശുദ്ധജലം കോരിക്കുടിക്കാൻ കിട്ടിയെന്നു വരാം. എന്നാൽ കൈമാറുന്നതോടെ പായൽ വീണ്ടും ശുദ്ധജലത്തെ മൂടിക്കളയുന്നു. ഇതുപോലെ പ്രാണായാമം, സങ്കല്പനിരോധം എന്നീ യോഗാഭ്യാസങ്ങളുടെ പാടവം കൊണ്ട് ധ്യാനവേളയിൽ മനോവാസനകൾ തൽക്കാലം അകന്ന് ചിദ്വസ്തു തെളിയുന്നതാണ് സമാധി അനുഭവം. എന്നാൽ സമാധി വിട്ടുണർന്ന് വ്യവഹാര രംഗത്തേക്ക് കടക്കുന്നതോടെ
വെള്ളത്തെ മൂടുന്ന പായൽ പോലെ അവ വീണ്ടും പ്രത്യക്ഷപ്പെടും. പായൽ നിശേഷം മാറ്റിക്കഴിഞ്ഞാൽ ശുദ്ധജലം അനായാസമായി ദാഹശമനത്തിന് സദാ ലഭ്യമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ ഒരു ജ്ഞാനി പൂർണ്ണമായ മനോനാശവും വാസനാക്ഷയവും നേടി സദാ സർവത്ര ചിന്മാത്ര വസ്തുവിനെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ജീവൻ മുക്തി. ജ്ഞാനലാഭത്തിനു ശേഷവും വ്യവഹാരവേളയിലുടനീളം ബോധപൂർവം ഭേദചിന്തകളെ നിരോധിച്ച് ഭ്രമദൃശ്യങ്ങളിലെല്ലാം ചിദ്വസ്തുവിനെ വിചാരം ചെയ്തു കണ്ടെത്താൻ യത്നിക്കുന്നയാളിന് അചിരേണ ജീവൻ മുക്തി കരഗതമാകുന്നു. അതോടെ സർവം കൽവിദം ബ്രഹ്മ, ഇക്കാണുന്നതൊക്കെ ബ്രഹ്മവസ്തു തന്നെ എന്ന ശ്രുതിസിദ്ധമായ സാക്ഷാത്കാരം അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കാനും തുടങ്ങുന്നു. ഗുരുദേവൻ ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്ത് ഈ അനുഭവസ്ഥിതി വിവരിക്കുന്നത് നോക്കുക. സർവഭ്രതവുമാത്മാവിലാത്മാവിനെയുമങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളൂ നിന്ദ്യമായി. ഒരു ജീവൻ മുക്തൻ എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ആത്മാവായ ചിദ്വസ്തു തന്നെയാണെന്ന് കാണുന്നു. അതുപോലെ ആത്മാവ് തന്നെയാണ് എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളുമെന്നും കാണുന്നു. അങ്ങനെയുള്ള ആളിന് ഇവിടെ നിന്ദ്യമായി യാതൊന്നും തന്നെയില്ല. ഒരു സത്യാന്വേഷി ഈ സ്ഥിതി വന്നുചേരാൻ കൊതിക്കണമെന്നാണ് അടിക്കടി നൽകുക നിന്നില എന്ന ഭാഗം കൊണ്ട് വ്യക്തമാക്കുന്നത്. സമ്പൂർണ്ണ സംതൃപ്തിയാണ് ജീവൻ മുക്തി പ്രയോജനം. ജീവൻ മുക്തൻ ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ ആകാംക്ഷകൾക്കുമുപരി സംതൃപ്തി നേടി ഉയരുന്നു. സപ്തഭൂമികകളെ കടക്കുന്നതാണ് ഈ സർവസംതൃപ്തി. ജിജ്ഞാസാ നിവൃത്തി, ചികീർഷാ നിവൃത്തി, ജിഹാസാ നിവൃത്തി, പ്രേപ്സാ നിവൃത്തി, ശോകനിവൃത്തി, ഭയനിവൃത്തി, സർവസങ്കല്പ നിവൃത്തി എന്നിവയാണ് ഈ സപ്തഭൂമികകൾ. അറിയേണ്ടതൊക്കെ അറിഞ്ഞു, ഇനിയൊന്നും അറിയാനില്ല എന്ന അനുഭവമാണ് ജിജ്ഞാസാ നിവൃത്തി. ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന അനുഭവമാണ് ചികീർഷാ നിവൃത്തി. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചു, ഇനിയൊന്നും ഉപേക്ഷിക്കാനില്ല എന്ന ബുദ്ധിയാണ് ജിഹാസാ നിവൃത്തി. കിട്ടേണ്ടതെല്ലാം കിട്ടി, ഇനിയൊന്നും കിട്ടാനില്ല എന്ന അനുഭവമാണ് പ്രേപ്സാ നിവൃത്തി. ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞുപോയിരിക്കുന്നു, ഇനി ഒരു ദുഃഖവും എന്നെ ബാധിക്കുകയില്ല എന്ന അനുഭവമാണ് ശോകനിവൃത്തി. സകല തരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും മനസ്സ് നിവൃത്തമാകുന്നതാണ് ഭയനിവൃത്തി. ചിത്തത്തിന് ചലനമുണ്ടാക്കുന്ന എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും വിമുക്തി കിട്ടുന്നതാണ് സർവസങ്കല്പ നിവൃത്തി. ഈ സപ്തഭൂമികകൾ കടക്കുന്ന ചിത്തം സമ്പൂർണ്ണ ധന്യത നേടി ആനന്ദിക്കുമെന്ന് പറയേണ്ടതില്ല. ഒരു ജീവൻ മുക്തൻ്റെ ഈ ആനന്ദ അതിരേകവും ജീവിത ധന്യതയും വ്യക്തമാക്കാൻ തന്നെയാണ് ഗുരുദേവൻ 3-ാം ശ്ലോകത്തിൽ ഇതുതന്നെ നമുക്കു മതി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജീവൻ മുക്തന് സുവ്യക്തമാകുന്ന ചിജ്ജഡ രഹസ്യം. ജഡദൃശ്യങ്ങളെ ഒഴിച്ചുമാറ്റി സമാധിയിൽ സൂര്യതുല്യം ചിത്തിനെ സാക്ഷാത്കരിക്കാമെന്നും തുടർന്ന് ഈശ്വരകാരുണ്യമുണ്ടായാൽ ജീവൻ മുക്തി നേടാമെന്നും വെളിപ്പെട്ടു. ജീവൻ മുക്തി കൈവരുന്നതോടെ നിലനിൽപ്പിലെ ഘടകങ്ങളായ ചിജ്ജഡങ്ങളുടെ രഹസ്യം അനുഭവത്തിൽ തെളിയുന്നതെങ്ങനെയാണ് എന്നാണ് 4-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.